ഓം ശാന്തി. 6/2/2024 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ പരാജയത്തിൻ്റെയും ജയത്തിൻ്റെയും ഹിസ്റ്ററി ഓർമ്മിക്കൂ. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ്. ഇതിൽ 3/4 പങ്ക് സുഖവും 1/4 പങ്ക് ദുഃഖവുമാണ്, തുല്യമല്ല. രാത്രി ഏകദേശം 6 മണി മുതൽ തുടങ്ങും, രാവിലെ 6 മണി വരെ ആയിരിക്കും. എന്നാൽ നമ്മൾ 6 മണിക്ക് ഉറങ്ങിയിട്ട് 6 മണിക്ക് എണീക്കുകയല്ല ചെയ്യുന്നത്. വൈകുന്നേരം 6 മണിക്ക് ശേഷവും നമ്മൾ നമ്മളുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. പിന്നെ അതിരാവിലെയും 3 മണിക്കോ 4 മണിക്കോ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ പിന്നെയും ഏർപ്പെടുന്നു. അപ്പോൾ രാത്രിയും പകലും എന്നത് തത്തുല്യമല്ല. പ്രവർത്തിക്കുന്നതിന് കൂടുതൽ സമയമുണ്ട്, ഉറങ്ങുന്നതിന് കുറച്ചു സമയമാണ്. ഇതുപോലെ ഈ വിശ്വനാടകത്തിലും നമ്മൾ ജയിച്ചു നിൽക്കുന്ന സമയം കൂടുതലാണ്, തോറ്റുപോകുന്നത് കുറവാണ്. രണ്ടും തത്തുല്യമല്ല. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളി തന്നെയാണ്. ചോദ്യം: ഈ പരിധിയില്ലാത്ത നാടകം വളരെ അത്ഭുതകരമാണ്. എങ്ങനെ? ഉത്തരം: ഈ പരിധിയില്ലാത്ത നാടകം ഇത്രയും അത്ഭുതമാണ്. അതായത് ഓരോ സെക്കൻഡും മുഴുവൻ സൃഷ്ടിയിൽ എന്ത് നടക്കുന്നുവോ അത് പിന്നെയും അതുപോലെ ആവർത്തിക്കപ്പെടും. ഈ നാടകം പേനിഴയുന്നത് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടിക് ടിക് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ടിക്ക് അടുത്ത ടിക്ക് പോലെ ആയിരിക്കില്ല. ഇതിനാൽ ഇത് വളരെ അത്ഭുതകരമായ ഡ്രാമയാണ്. എന്താണോ മനുഷ്യരുടെ പാർട്ട്, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഈ പരിധിയില്ലാത്ത നാടകത്തിൽ എന്ത് നടക്കുന്നുവോ അത് അടുത്ത കൽപ്പം അതുപോലെ ആവർത്തിക്കും. എന്നാൽ ഒരു കൽപ്പത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അത് ഒരു സെക്കൻഡ് പോലെ ആയിരിക്കില്ല അടുത്ത സെക്കൻഡ്. എല്ലാം വിഭിന്നമായിരിക്കും. ഒരേപോലുള്ള പാർട്ട് രണ്ടാത്മാക്കൾക്ക് ഉണ്ടാവില്ല. എല്ലാവരുടെയും വിഭിന്നമാണ്. ഏതുപോലെ പേൻ മുന്നോട്ടിഴയുന്നു അതുപോലെ ഈ നാടകവും നിർത്താതെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ വളരെ അത്ഭുതകരമായ ഡ്രാമ എന്ന് പറയുന്നത്. ആർക്ക് എന്ത് പാർട്ടാണോ ഉള്ളത് അത് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് ഈ ഡ്രാമയിൽ അങ്ങനെ സംഭവിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് മാത്രമേ ആത്മാ പരമാത്മാ ജ്ഞാനമുള്ളൂ. ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൃഷ്ടിചക്രത്തെയും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം, ദുഃഖത്തിൻ്റെ സാഗരമല്ല. ബാബയെ നിന്ദിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. വളരെ മധുരമുള്ളവരും പ്രിയപ്പെട്ടവരും ആകണം. 2. യോഗബലത്തിലൂടെ പവിത്രരായി മറ്റുള്ളവരെയും പവിത്രമാക്കണം. മുള്ളുകാടിനെ പുഷ്പങ്ങളുടെ തോട്ടമാക്കുന്നതിന് സേവനം ചെയ്യണം. സദാ സന്തോഷത്തിലിരിക്കണം. നമ്മുടെ മധുരമായ ബാബ ബാബയുമാണ്, ടീച്ചറുമാണ്. ബാബയെപ്പോലെ മധുരമായി മറ്റാരും ഇല്ല. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയെപ്പോലെ സ്നേഹസാഗരമാണ് ആകേണ്ടത്, ദുഃഖത്തിൻ്റെ അല്ല. നമ്മൾ ഒരിക്കലും ദുഃഖം മറ്റൊരാൾക്ക് കൊടുക്കരുത്. നാം ഒരിക്കലും എടുക്കുകയും അരുത്. ഇതിൻ്റെ ആധാരമാണ് നമ്മളുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലാണ് നമ്മൾ ദുഃഖത്തെ എടുക്കുകയും ചെയ്യുക. അതിനാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ദുഃഖവും ഉണ്ടായിരിക്കരുത്. ദുഃഖമുണ്ടാകുന്നത് മിക്കവാറും നമ്മളുടെ തെറ്റായ ചിന്താഗതി കാരണമാണ്. തെറ്റായ ചിന്താഗതിയെ ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ഓർമ്മയിലൂടെ നശിപ്പിക്കണം, അതിനെ ഭസ്മമാക്കണം.
അപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ദുഃഖത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം ബാബയെ നിന്ദിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സദ്ഗുരുവിനെ നിന്ദിക്കുന്ന തരത്തിൽ ഒരു കർമ്മവും നമ്മളിൽ നിന്ന് സംഭവിക്കരുത്. ബാബയുടെ ശ്രീമത്തിന് വിരുദ്ധമായി ഒരു കർമ്മവും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. വളരെ സ്നേഹമുള്ളവരും മാധുര്യമുള്ളവരും ആകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ പവിത്രമാകണം, മറ്റുള്ളവരെയും പവിത്രമാക്കണം. നാം സ്വയം പവിത്രമാകുമ്പോൾ അത് കണ്ട് മറ്റുള്ളവർക്കും പവിത്രമാകാനുള്ള ആഗ്രഹമുണ്ടാകുന്നു, പ്രേരണ ലഭിക്കുന്നു. ഇത് തന്നെയാണ് മുള്ളകാടിനെ പൂന്തോട്ടമാക്കുവാനുള്ള സേവനം. ജ്ഞാനധനം ദാനം ചെയ്യുന്നതിനോടൊപ്പം ഗുണങ്ങളും ശക്തികളും കൂടി ദാനം ചെയ്യണം. ബാബയാണ് നമ്മുടെ അച്ഛനും ടീച്ചറും. ഇത് ഓർമ്മിച്ച് സന്തോഷത്തിലിരിക്കണം. ബാബയെ പോലെ മധുരമായി മറ്റാരും തന്നെ ഇല്ല. നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ബാബയ്ക്കറിയാം. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു, എന്തെല്ലാം ചിന്തിക്കുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് മൊത്തം ബാബയ്ക്കറിയാം. എന്നിരുന്നാലും നമ്മളെ മധുരമായ കുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനാൽ ബാബയെപ്പോലെ മധുരമുള്ളവരാകണം. വരദാനം: പരമാത്മാ വാത്സല്യം പ്രാപ്തമാക്കുന്ന ഇപ്പോഴത്തെയും ഭാവിയിലെയും രാജവത്സരരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ നിങ്ങൾ ഭാഗ്യവാൻ കുട്ടികൾ തന്നെയാണ് ദിലാരാമന്റെ വാത്സല്യത്തിന് പാത്രമാകുന്നത്. ഈ പരമാത്മാ വാത്സല്യം കോടികളിൽ ചില ആത്മാക്കൾക്ക് മാത്രമേ പ്രാപ്തമാകുന്നുള്ളൂ. ഈ ദിവ്യമായ വാത്സല്യത്തിലൂടെ രാജവത്സരരായി തീരുന്നു. രാജവത്സരർ എന്നാൽ ഇപ്പോഴത്തെയും രാജാവ്, ഭാവിയിലെയും രാജാവ്. ഭാവിക്കും മുന്നിൽ ഇപ്പോൾ സ്വരാജ്യാധികാരി ആയിത്തീരും. ഏതുപോലെ ഭാവി രാജ്യത്തിൻ്റെ മഹിമയാണ് ഒരു രാജ്യം, ഒരു ധർമ്മം. ഇതുപോലെ ഇപ്പോൾ സർവകർമ്മേന്ദ്രിയങ്ങൾക്ക് മേലും ആത്മാവിൻ്റെ ഒരേ ഒരു കുടക്കീഴിലുള്ള രാജ്യമായിരിക്കും. സ്വയം ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമാകുന്നത് കോടിയിൽ ചില കുട്ടികൾ മാത്രമാണ്. അങ്ങനെയുള്ള ഭാഗ്യശാലി കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം നമ്മൾക്ക് ഈ സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആർക്കാണോ ഈ വാത്സല്യം ലഭിക്കുന്നത് അവരാണ് ഭാവിയിൽ രാജ്യാധികാരി ആകുന്നത്. ആർക്കാണോ ഈ ഏറ്റവും ശ്രേഷ്ഠമായ വാത്സല്യം പ്രാപ്തമാകുന്നത് അവർ ഈ സമയം മുതൽ തന്നെ സ്വരാജ്യാധികാരി ആകുന്നു. അതായത് അവരുടെ 3 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഒരു രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് നടക്കുന്നു. അതിനെയാണ് സ്വരാജ്യാധികാരി എന്ന് പറയുന്നത്. ആര് ഇപ്പോൾ സ്വരാജ്യാധികാരിയാണോ അവരാണ് ഭാവിയിൽ വിശ്വരാജ്യാധികാരി ആകുന്നത്. സ്ലോഗൻ: തൻ്റെ മുഖത്തിലൂടെ ബാബയുടെ ഗുണങ്ങളെ കാട്ടുന്നവരാണ് പരമാത്മാ സ്നേഹികളായിട്ടുള്ളത്. ആർക്കാണോ പരമാത്മാവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടുള്ളത് അവർ ആ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നത് കാരണം അത് കണ്ണുകളിലൂടെയും മുഖത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും ചലനത്തിലൂടെയും ലോകത്തിലുള്ളവർക്ക് കാണപ്പെടുന്നു. അവരുടെ മുഖത്തിലൂടെ പരമാത്മാ പ്രത്യക്ഷത മറ്റുള്ളവർക്കുണ്ടാകുന്നു. അങ്ങനെയുള്ളവരെയാണ് പരമാത്മാ സ്നേഹി എന്ന് പറയുന്നത്. ഓം ശാന്തി.